ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് എന്താണ് പപ്പടമൊക്കെ പൊരിച്ചത് കാണിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? അതെ, ഇന്ന് നമുക്ക് പപ്പടം വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കറി മാത്രം മതി കേട്ടോ. നമുക്ക് ചോറിന് വേറെ കറികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു കറി മാത്രം ഉണ്ടായാലും മതി. ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് എന്താണ് ഈ റെസിപ്പിയെന്നും ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനോട് കൂടെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം ഒരു ചട്ടി തന്നെയാണ്, നമ്മളൊരു മൺചട്ടി തന്നെയാണ് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ടുള്ളത്. അതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, ഞാനിത് മുന്നേ സാധാരണ കാണിക്കണ പോലെ തന്നെ ഞാനിവിടെ മേടിക്കാറുള്ള വെളിച്ചെണ്ണ ഞാനിത് 2 ടീസ്പൂൺ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് ഐറ്റംസ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ചെറിയ ഉള്ളി, ഒരു 10-15 അല്ലി ചെറിയ ഉള്ളി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും 2 ഉണക്കമുളകും ഒരു 4 പച്ചമുളകും ഇവിടെ കീറി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറി ലീഫും കൂടെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഈ ചൂടായിട്ടുള്ള ഈ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നമുക്ക് എല്ലാ വീടുകളിലും കഞ്ഞിവെള്ളം ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം ഉണ്ട്. ഇനിയിപ്പോൾ തലേദിവസത്തെ പപ്പടമൊക്കെ നമുക്ക് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാശാക്കി കളയൊന്നും വേണ്ട. ഇനിയിപ്പോൾ അതിട്ടായാലും നമുക്ക് ഈ കറി ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കൂടെ ഈ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കരിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പപ്പടം ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള പപ്പടം ഞാനിതുവരെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് കൈ വെച്ചൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ടാണ് ഞാൻ ഈ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പപ്പടത്തിൻ്റെ ക്വാണ്ടിറ്റി അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 6 പപ്പടമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് കൈ വെച്ചൊന്ന് പൊട്ടിച്ച് കൊടുക്കാം. ആ പപ്പടം അങ്ങനെ തന്നെയല്ല നമ്മളിടുക, ഇതുപോലെ ഒന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കണം. അങ്ങനെ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനോട് കൂടെ തന്നെ നമ്മൾ സ്റ്റൗവിൽ ചട്ടിയിൽ വിട്ടിട്ടുള്ള ആ ഐറ്റംസൊക്കെ ഇവിടെ ഏകദേശം ഒന്നിങ്ങനെ വാടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് വാടിയതിന് ശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിച്ച് വെച്ചിട്ടുള്ള പപ്പടം അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വാട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ഐറ്റംസത്തിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിന് ശേഷം അതിലോട്ട് കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ കഞ്ഞിവെള്ളം കൂടെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചെടുക്കാം. ഇപ്പോൾ ആ കപ്പ് കൊണ്ട് 2 കപ്പ് കഞ്ഞിവെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പപ്പടത്തിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അതും കൂടെ ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ അവിടെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ പപ്പടം ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഒരു പ്രത്യേക സ്മെല്ലും പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കണം. പപ്പടം താളിപ്പാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.